السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين والعاقبة للمتقين. اللهم صل على سيدنا محمد وعلى آل سيدنا ومولانا محمد. അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മുടെ ഈ സംരംഭം സ്വാലിഹായ സൽക്കർമ്മമായി സ്വീകരിക്കുമാറാവട്ടെ. റിഹ്ലത്തുൻ മഅൽ ഖുർആൻ എന്ന ഖുർആൻ പഠന പരമ്പരയുടെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് സൂറത്തുൽ ആസ്ർ എന്ന പരിശുദ്ധ ഖുർആനിലെ ചെറിയ സൂറത്ത്, ഏറ്റവും ചെറിയ സൂറത്താണ് സൂറത്തുൽ ആസ്ർ. പരിശുദ്ധ ഖുർആനിൽ 2 സൂറത്തുകളാണ് ഏറ്റവും ചെറിയ സൂറത്തുകളുടെ കൂട്ടത്തിൽ പെട്ടത്. ഒരു സൂറത്ത് എന്ന് ഖുർആനിൽ എണ്ണപ്പെടുന്നത് ചുരുങ്ങിയത് 3 ആയത്തുകളെങ്കിലും അതിലകപ്പെടുമ്പോഴാണ്. അങ്ങനെ 3 ആയത്തുകൾ അകപ്പെട്ട ചെറിയ സൂറത്തായി വരുന്നത് 2 സൂറത്തുകളാണ്. ഒന്ന് സൂറത്തുൽ ആസ്റും മറ്റൊന്ന് സൂറത്തുൽ കൗസർ. ഇവയിൽ ആയത്തിൻ്റെ എണ്ണം വെച്ച് നോക്കുകയാണെങ്കിൽ രണ്ടും തുല്യതയുണ്ട്. എന്നാൽ ഒന്ന് മറ്റൊന്നിനേക്കാൾ ചെറുതാണ് മറ്റു ചില വിശേഷണങ്ങളാൽ. സൂറത്തുൽ കൗസറാണ് എല്ലാ വിശേഷണങ്ങൾ പ്രകാരവും ഖുർആനിൽ ഏറ്റവും ചെറിയ സൂറത്ത്. നമ്മളിന്ന് സംസാരിക്കുന്നത് സൂറത്തുൽ ആസ്ർ. അല്ലാഹു സുബ്ഹാനഹു വതആല ഈ വളരെ ചെറിയ സൂറത്തിലൂടെ നമ്മെ പഠിപ്പിക്കുന്നത് പരിശുദ്ധ ദീൻ എന്താണെന്നും ആ ദീൻ ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഓരോ മനുഷ്യനും എങ്ങനെയാണ് ജീവിക്കേണ്ടതെന്നും ഇതിലൂടെ നമ്മെ വളരെ വ്യക്തമായി പഠിപ്പിക്കുന്നു. സൂറത്തുൽ ആസ്ർ നമുക്കൊന്ന് പാരായണം ചെയ്യാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. والعصر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر. صدق الله العلي العظيم. സൂറത്തുൽ ആസ്റിൻ്റെ വിശാലമായ പഠനത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം. അല്ലാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലായി പല സൂറത്തുകളിലായി കൊണ്ടുവന്ന ഒരു ശൈലിയാണ് അള്ളാഹുവിൻ്റെ വിവിധങ്ങളായ ഖൽഖുകളെ പറഞ്ഞുകൊണ്ട്, സൃഷ്ടികളെ വിളിച്ചുകൊണ്ട് പറഞ്ഞുകൊണ്ട് സത്യം ചെയ്ത് പറയൽ. ഇത് അള്ളാഹുവിന് മാത്രം പ്രത്യേകമായതാണ്. അങ്ങനെ അള്ളാഹു സുബ്ഹാനഹു വതആല പരിശുദ്ധ ഖുർആനിൽ പല സന്ദർഭങ്ങളിലും അങ്ങനെ കൊണ്ടുവന്നിട്ടുമുണ്ട്. അതിൽപ്പെട്ട ഒരു സൂറത്താണ് സൂറത്തുൽ ആസ്ർ. വൽ ആസ്ർ, കാലത്തെ തന്നെയാണ് സത്യം. അവിടെ ഭൂമിലോകത്ത് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലയളവ്, അല്ലെങ്കിൽ ഒരു ദിവസത്തിൻ്റെ കാലയളവ്, അല്ലെങ്കിൽ ഓരോ ദിവസവും അസ്ർ നിസ്കാരത്തിൻ്റെ ആ ടൈം, ഇങ്ങനെയൊക്കെ മഹാന്മാരാകുന്ന മുഫസ്സിറുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. കാലം തന്നെയാണ് സത്യം. ഇനിയാണ് അല്ലാഹു സുബ്ഹാനഹു വതആല അള്ളാഹുവിൻ്റെ പരിശുദ്ധ ദീനിനെ സംബന്ധിച്ച് അതിവിശാലമായി നമുക്ക് അറിയിച്ചു തരുന്നത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ, നിശ്ചയം മനുഷ്യവിഭാഗം ലഫീ ഖുസ്ർ, അവർ പരാജയത്തിൽ തന്നെയാകുന്നു. അല്ലാഹു സുബ്ഹാനഹു വതആല സത്യം ചെയ്തുകൊണ്ട് ഈ കാര്യത്തെ ഉറപ്പിച്ച് വ്യക്തമാക്കി അവിടെ വെച്ചു. മനുഷ്യവിഭാഗം എന്നത് മനുഷ്യൻ എന്ന ഭാഗത്തിലൂടെ അവൻ ഒരു വിജയിയായി തീരുന്നില്ല എന്നർത്ഥം. മനുഷ്യനായി ജീവിച്ചു എന്നതുകൊണ്ട് വിജയം കൈവരിക്കാൻ സാധ്യമല്ല. മറിച്ച് ഇല്ലല്ലദീന ആമനു, മനുഷ്യരിൽ നിന്നും വിശ്വസിച്ച ആളുകൾ ഒഴികെ അവർക്ക് ഈ പറയുന്ന നാശം ബാധകമല്ല. വഅമിലു സ്വാലിഹാത്ത്, സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്തവർ. വതവാസൗ, പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നു. ബിൽ ഹഖ്, യഥാർത്ഥമായ പരിശുദ്ധ ദീനിൻ്റെ ഈമാൻ കൊണ്ട്. വതവാസൗ ബിസ്സബ്ർ, പരസ്പരം അള്ളാഹുവിൻ്റെ ത്വാഅത്തിലായി, അള്ളാഹുവിന് ഇബാദത്ത് ചെയ്യുന്ന വിഷയത്തിലും അള്ളാഹുവുമായുള്ള ഇബാദത്തിന് കോട്ടം സംഭവിക്കുന്ന മറ്റു തെറ്റായ പ്രവർത്തനങ്ങളിൽ നിന്നും മാറി നിൽക്കുന്നതിനെ സംബന്ധിച്ചും ഉപദേശിക്കുകയും ചെയ്തവർ ഒഴികെ. ഈ പരിശുദ്ധ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല തൻ്റെ ദീൻ എന്താണെന്ന് സത്യവിശ്വാസികളായ നമുക്ക് വളരെ വ്യക്തമാക്കി തരികയാണ്. ഇല്ലല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്ത്, ഈമാൻ ഉൾക്കൊണ്ട ആളുകൾക്ക് നാശം സംഭവിക്കുകയില്ല. അള്ളാഹുവിൻ്റെ തൗഹീദ്, യഥാർത്ഥമായ തൗഹീദിനെ അംഗീകരിക്കുകയും അതോടൊപ്പം
വിശ്വാസപരമായ കാര്യങ്ങളെ മുറുകെ പിടിക്കുകയും ചെയ്യുകയും വഅമിലു സ്വാലിഹാത്ത്, ഇനി പരിശുദ്ധ ദീനിൽ നാം അനുവർത്തിക്കേണ്ട കാര്യങ്ങൾ മുഴുവനും അതാണ് സ്വാലിഹാത്തായ ഇബാദത്തുകൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ഫർളാക്കിയതും നാം ചെയ്യൽ അനിവാര്യമായതുമായ ഇബാദത്തുകൾ, അവകളെ പ്രവർത്തിക്കുന്നവരും സത്യവിശ്വാസികളുമായ ആളുകൾ ഒഴികെയാണ് ഹുസ്റാകുന്ന ഈ പരാജയത്തിലകപ്പെട്ടവർ. മാത്രമല്ല വതവാസൗ ബിൽ ഹഖ്, അവർ പരസ്പരം ഹഖ് കൊണ്ട് ഉപദേശിക്കുകയും ചെയ്യുന്നു. അങ്ങനത്തെ ആളുകളും, ഹഖ് കൊണ്ട് ഉപദേശിക്കുക എന്നാൽ അള്ളാഹുവിൻ്റെ പരിശുദ്ധ തൗഹീദ്, അള്ളാഹുവിൻ്റെ ആ വഹ്ദാനിയത്തിനെ അംഗീകരിക്കുക, ഈമാൻ ഉൾക്കൊള്ളുക എന്നർത്ഥം. ആ ഈമാനിലേക്ക് പരസ്പരം ഉപദേശിക്കുകയും വതവാസൗ ബിസ്സബ്ർ, അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ പരസ്പരം ക്ഷമ കൊണ്ട് അള്ളാഹുവിൻ്റെ ത്വാഅത്തിൽ നിന്നും അള്ളാഹുവിന് വഴിപ്പെടുക എന്നതിൽ നിന്നും മാറി നിൽക്കുക, അതായത് അള്ളാഹുവിന് നാം തെറ്റ് ചെയ്യുക എന്നർത്ഥം. അതിനെയും ക്ഷമ കൊണ്ട് പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവർ ഒഴികെ. പ്രത്യേകമായും നാം മനസ്സിലാക്കേണ്ടത്, ഏതൊരു മനുഷ്യനും അവൻ വിജയിയായി തീരുന്നത് പരിശുദ്ധ ഖുർആനിൽ ഈ സൂറത്തിലൂടെ അള്ളാഹു നമ്മെ പഠിപ്പിച്ച ഈ 4 കാര്യങ്ങളിൽ മുഴുവനായും അംഗീകരിക്കുന്നവർക്ക് മാത്രമാണ് അള്ളാഹുവിൻ്റെ അടുക്കൽ ഭൂമി ലോകത്തും വിജയം കൈവരിക്കാൻ സാധിക്കുകയുള്ളൂ എന്നാണ് ആകെത്തുക. ഒന്ന്, അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ അംഗീകരിച്ച് പരിശുദ്ധ ദീൻ അംഗീകരിക്കുക, അതിലെ വിശ്വാസപരമായ കാര്യങ്ങൾ മുഴുവനും ഉൾക്കൊണ്ട് മുഅ്മിനാവുക എന്നതാണ്. രണ്ടാമത്തെ കാര്യം, ഈ മുഅ്മിനാകുന്ന ഈ മനുഷ്യൻ അവൻ്റെ ജീവിതാന്ത്യം വരെ മുഅ്മിനായി തന്നെ തുടരുകയും അതിലുപരി അള്ളാഹുവിൻ്റെ ഇബാദത്തുകൾ മുഴുവനും പ്രവർത്തിച്ച് മുന്നേറുകയും ചെയ്യുക എന്നതാണ് മറ്റൊന്ന്. മൂന്നാമതായി നാം ശ്രദ്ധിക്കേണ്ടത് വതവാസൗ ബിൽ ഹഖ്, പരിശുദ്ധ ദീനിനെ പരസ്പരം ഉപദേശിക്കുക എന്ന് വെച്ചാൽ ദീനിനെ ദഅവത്തിലൂടെ പല വിധേനയും ജനങ്ങളിലേക്ക് അത് എത്തിക്കേണ്ടതുണ്ട് എന്നർത്ഥം. തിരു ഹബീബ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന നിരവധി ഹദീസുകളിൽ കാണാൻ സാധിക്കും, അൽ അംറു ബിൽ മഅറൂഫി വന്നഹി അനിൽ മുൻകർ, മഅറൂഫ് കൊണ്ട് കൽപ്പിക്കലും എന്ന് വെച്ചാൽ നന്മയായ കാര്യങ്ങളെ കൊണ്ട് പരസ്പരം കൽപ്പിക്കലും തിന്മയായ കാര്യങ്ങളെ കൊണ്ട് പരസ്പരം വിരോധിക്കലും ഓരോ സത്യവിശ്വാസികൾക്കും അത്യന്താപേക്ഷിതമായ കാര്യങ്ങളാണ്. വതവാസൗ ബിൽ ഹഖ്, ഹഖായ പരിശുദ്ധ ദീനിൻ്റെ ആ അള്ളാഹുവിൻ്റെ വഹ്ദാനിയത്തിനെ പരസ്പരം ഉപദേശിക്കുകയും, വഹ്ദാനിയത്തിനെ ഉപദേശിക്കുക എന്ന് പറഞ്ഞാൽ പരിശുദ്ധ ദീനിനെ മറ്റുള്ളവരിലേക്ക് എത്തിക്കുക എന്നതും കൂടെ ഇതിൻ്റെ ഒരു ആശയമാണ്. മാത്രമല്ല വതവാസൗ ബിസ്സബ്ർ, നാലാമത്തെ കാര്യം, പരസ്പരം ഇബാദത്ത് ചെയ്യുന്ന അവസരത്തിൽ മനുഷ്യൻ്റെ സ്വാഭാവികമായ അവസ്ഥ, അവൻ്റെ ശാരീരിക ഇച്ഛകൾക്ക് വിപരീതമായി സംഭവിക്കാവുന്ന എല്ലാ പ്രവർത്തനങ്ങൾക്കും ഒരല്പം മടി ഉണ്ടാവലാണല്ലോ പതിവ്, ഇബാദത്തിൻ്റെ വിഷയത്തിൽ പ്രത്യേകിച്ചും. അപ്പോൾ ഇബാദത്തിന് വേണ്ടി നാം തുനിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പിന്തിരിയാൻ തോന്നുന്ന മനസ്സ്, അതല്ലെങ്കിൽ മറ്റു സൽക്കർമ്മങ്ങളായ കാര്യങ്ങളിലേക്ക് നാം തിരിയുമ്പോൾ നമുക്ക് പിന്തിരിയാനുള്ള മനസ്സ്, ഇവയെല്ലാം ക്ഷമയോടുകൂടി പരസ്പരം ഉപദേശിക്കുകയും ചെയ്യുന്നവർ. ഈ 4 കാര്യങ്ങൾ അകപ്പെടുമ്പോഴാണ്, ഉൾക്കൊള്ളുമ്പോഴാണ് ഒരു മനുഷ്യൻ വിജയിയായി തീരുന്നത് എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഈ സൂറത്തിലൂടെ നമ്മെ ഉണർത്തുന്നത്. സന്മാർഗ സിദ്ധി പ്രാപിച്ച തിരു സ്വഹാബാക്കൾ സൂറത്തുൽ അസ്റിനെ എത്രമാത്രം വില കൊടുത്തിരുന്നു എന്ന് നമുക്കൊന്ന് നോക്കാം. തൊബറാനി റിപ്പോർട്ട് ചെയ്യുന്ന ഒരു ഹദീസ് ഇങ്ങനെ കാണാൻ സാധിക്കും. കാന റജുലാനി മിൻ അസ്ഹാബി റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇദൽ തഖയ ലം യതഫറഖാ ഇല്ലാ അലാ അൻ യഖറഅ അഹദുഹുമാ അലൽ ആഖരി സൂറത്തുൽ അസ്ർ ഇലാ ആഖിരിഹാ ثم يسلم അഹദുഹുമാ അലൽ ആഖരി. സ്വഹാബാക്കളിൽപ്പെട്ട 2 സ്വഹാബാക്കൾ പരസ്പരം കണ്ടുമുട്ടുന്ന അവസരത്തിൽ ഒരാൾ മറ്റൊരാൾക്ക് പരിശുദ്ധ സൂറത്തുൽ അസ്റിനെ ഓതി കേൾപ്പിക്കുകയും, എന്ന് വെച്ചാൽ അതിൻ്റെ ആശയ സമ്പുഷ്ടമായ കാര്യത്തെ അറിയിക്കുന്നു എന്നർത്ഥം. അങ്ങനെ ആ പരിശുദ്ധ സൂറത്തുൽ അസ്റിനെ ഓതുകയും പിന്നീട് അവർ പരസ്പരം സലാം പറയുകയും ചെയ്യുമെന്നാണ്. കൂടി നിന്ന് ആ കൂട്ടത്തിൽ നിന്നും അവർ പിരിഞ്ഞു പോകുമ്പോൾ സലാം പറഞ്ഞ് പിരിഞ്ഞു പോകുന്നു. അപ്പോൾ സൂറത്തുൽ അസ്റിനെ അവർ പരസ്പരം കണ്ടാൽ ഓതുമായിരുന്നു. അത്രത്തോളം അതിൻ്റെ പ്രാധാന്യത്തെ അവർ
കണക്കിലെടുത്തിരുന്നു എന്നർത്ഥം. പരിശുദ്ധ ദീനിൻ്റെ ആകെ രത്നച്ചുരുക്കമാണ് സൂറത്തുൽ ആസുർ എന്ന് നാം മനസ്സിലാക്കുക. ബഹുമാനപ്പെട്ട ഇമാമുൽ ഷാഫിഈ റഹിമഹുല്ലാ മഹാനവറുകൾ പറയുന്നതായി കാണാം, ലൗ തദബ്ബറൻ നാസു ഹാദിഹി സൂറത്ത ലവസ്യഅത്ഹും. മനുഷ്യർ ഈ സൂറത്തിനെ സംബന്ധിച്ച് കൂലങ്കഷമായി അതിൻ്റെ സാരത്തെ സംബന്ധിച്ച് മനസ്സിലാക്കി ചിന്തിക്കുകയാണെങ്കിൽ അവർക്ക് ആ സൂറത്ത് തന്നെ മതിയാകുന്നതാണ് പരിശുദ്ധ ദീൻ എന്താണെന്ന് മനസ്സിലാക്കാൻ. അതിൻ്റെ അനുഷ്ഠാനങ്ങൾ, അതിലെ വിശ്വാസപരമായ കാര്യങ്ങൾ എന്തെല്ലാമാണ് എന്ന് മനസ്സിലാക്കാൻ പരിശുദ്ധ സൂറത്തുൽ അസുർ തന്നെ അവർക്ക് മതിയാകുന്നതാണ് എന്ന് ഇമാമുൽ ഷാഫിഈ റഹിമഹുല്ല നമ്മെ പഠിപ്പിക്കുന്നു. സൂറത്തുൽ അസുറിലെ ഖിറാഅത്തിലേക്ക് നമുക്കൊന്ന് പ്രവേശിക്കാം. അതിൻ്റെ തജ്വീദിൻ്റെ ഹുക്കുമുകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഒന്നാമത്തെ ആയത്ത് വൽ അസ്ർ. ഇവിടെ പാരായണം ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, നാം സൂറത്തുൽ ഫാത്തിഹയിലൊക്കെ പറഞ്ഞിരുന്നു, സ്വാദ് വൽ അസ്ർ എന്നതിലെ സ്വാദിന് ശേഷം റാ. നാം അവിടെ വഖഫ് ചെയ്യുമ്പോൾ റായിനും സുക്കൂനാണ്, സ്വാദിനും സുക്കൂനാണ്. അപ്പോൾ സ്വാദിനും സുക്കൂൻ, റായിനും സുക്കൂൻ, ഇത് രണ്ടും കൂടെ നാം എങ്ങനെ കൂട്ടിയോജിച്ച് അവിടെ പാരായണം ചെയ്യാം? ശ്രദ്ധിക്കേണ്ട ഒരു വിഷയമുണ്ട് അവിടെ. സ്വാദിനെ സംബന്ധിച്ചിടത്തോളം സുക്കൂനാണ്, മാത്രമല്ല സ്വാദിന് കൽക്കലത്തില്ല. അപ്പോൾ ഓതേണ്ടത് വൽ അസ്ർ ഇങ്ങനെയാണ് പാരായണം ചെയ്യേണ്ടത്. സ്വാദ് അതിൻ്റെ മഖ്റജിൽ അങ്ങനെ മുട്ടി നിൽക്കുന്നു, മഖ്റജിൻ്റെ ഭാഗത്ത് നിൽക്കുന്നു, നാവ് നാം അവിടെ നിന്ന് എടുത്താൽ കൽക്കലത്തായി. അപ്പോൾ വൽ അസ്ർ എന്ന് കേൾക്കാൻ പാടില്ല എന്നർത്ഥം. സ്വാദിൻ്റെ സ്വിഫത്തിനെ പരിപൂർണമാക്കുന്ന ഒരു രംഗം കൂടെ ഇവിടെയുണ്ട്. സ്വാദിൻ്റെ സ്വിഫത്ത് വരുന്നത് നാം മുന്നേ പറഞ്ഞു വച്ചതാണല്ലോ. അതിനൊരൽപ്പം ഹംസുണ്ട്. ഉച്ചരിക്കുന്ന അവസരത്തിൽ മഖ്റജിൽ നിന്നും ഒരൽപ്പം കാറ്റ് പുറത്തേക്ക് പോകുന്നു. അതോടൊപ്പം സ്വഫീറത്ത് വേണം. ഈ ഹംസ് ഉണ്ടായിരിക്കെ തൊട്ടടുത്ത അക്ഷരത്തിന് സുക്കൂനാവുക, റാഇന് സുക്കൂൻ. അപ്പോൾ ഈ ഹംസ് കൊടുക്കുന്ന ആ കൊടുക്കലോടുകൂടെ തൊട്ടടുത്ത അക്ഷരം സുക്കൂനായി നിർത്തുക. മഖ്റജിൽ നിന്ന് ഹംസ് നഷ്ടപ്പെട്ടുകൊണ്ട് നാവിനെ പെട്ടെന്ന് അങ്ങോട്ട് എടുത്താൽ, സ്വാദിൻ്റെ മഖ്റജിൽ നിന്നും പെട്ടെന്നെടുത്താൽ അത് കൽക്കലത്തിൻ്റെ ശബ്ദം വരും, ഒരു പ്രകമ്പനം കൊള്ളുന്ന ശബ്ദം വരും. അപ്പോൾ സു എന്ന് കേൾക്കാൻ പാടില്ല. അസ് വൽ ആസ് ഇങ്ങനെ കേൾക്കാവൂ. വൽ ആസ് സ്വാദ് മാത്രം പറഞ്ഞതാണ്, റാവ് പറഞ്ഞിട്ടില്ല. ഇനി റാഇനെ നാം പറയുന്നു വൽ ആസ് ഇങ്ങനെ കേൾക്കാവൂ. വൽ ആസ് റാ എന്നേ കേൾക്കുന്നുള്ളൂ. വെറും റാഇന് സുക്കൂനായി നാം പറയുകയാണെങ്കിൽ അർ ഇതേ അവസരത്തിൽ റാഇനെ എങ്ങനെയാണോ നാം പറയുന്നത്, ഉച്ചരിക്കുന്നത്, അതുപോലെ തന്നെയാണ് ഇവിടെയും ഉച്ചരിക്കേണ്ടത്. അപ്പോൾ സ്വാദിനും സുക്കൂനായതുകൊണ്ട് തന്നെ തൊട്ടടുത്ത റാഇനും സുക്കൂനായതുകൊണ്ട് നാം ഉച്ചരിക്കുമ്പോൾ ഒരല്പം ശ്രദ്ധ കൊടുത്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സന്ദർഭങ്ങൾ പാരായണം ചെയ്യേണ്ടത്. വൽ അസ്ർ സ്വാദിനും കൽക്കലത്തില്ല, റാഇനും കൽക്കലത്തില്ല. പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണിത്. തൊട്ടടുത്ത ആയത്ത് ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ. ഇവിടെയും ഇതുപോലെ തന്നെ ഖുസ്ർ സീനിന് സുക്കൂനാണ്. നാം പറഞ്ഞിരുന്നു, ഏതൊരക്ഷരത്തിനും സിഫത്ത് വ്യക്തമാകുന്നത് അതിൻ്റെ സുക്കൂനാകുന്ന അവസരത്തിൽ കുറച്ചുകൂടെ വ്യക്തമായി മനസ്സിലാക്കാൻ സാധിക്കും. ഇവിടെ സീനിന് സുക്കൂനായതുകൊണ്ട് തന്നെ ഉച്ചരിക്കുമ്പോൾ അതിനുള്ള ഹംസ് ഉച്ചരിക്കുന്ന അവസരത്തിൽ കാറ്റ് അല്പം പുറത്തേക്ക് പോകലും അതോടൊപ്പം സ്വഫീറത്ത് എന്ന ഒരു സിഫത്ത് കൂടെ സീനിനുമുണ്ടല്ലോ. വെട്ടുകിളി, അവയിൽ നിന്നും പുറപ്പെടുന്ന ശബ്ദം എന്ന ശബ്ദം, ഈ സിഫത്ത് സീനിൻ നാം പരിപൂർണമായി കൊടുക്കലോടൊപ്പം റാഇനെ ഉച്ചരിക്കാൻ സാധിക്കും. അപ്പോൾ ഹുസ് റ് എന്ന് പറ്റൂല, ഹുസ് എന്നും പറ്റൂല. അപ്പോൾ കൽക്കലത്ത് വന്നു. കൽക്കലത്തില്ലാതെയാണ് ഉച്ചരിക്കേണ്ടത്. ഇന്നൽ ഇൻസാന ലഫീ ഖുസ്ർ ഇങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്. അടുത്ത ആയത്ത് ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാതി വതവാസൗ ബിൽ ഹഖ് വതവാസൗ ബിസ്സബ്ർ. ഇല്ലല്ലദീന ആമനൂ വഅമിലുസ് സ്വാലിഹാത്ത്. ഇവിടെ സ്വാദ് ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. വഅമിലുസ് സ്വാലിഹാത്ത് ശബ്ദമുള്ള സ്വാദാണ്. നാം സിഫത്തുകളെ സംബന്ധിച്ച് പറഞ്ഞിരുന്നു. അത് യഥാവിധി മനസ്സിലാക്കി സ്വാദിനെ ഉച്ചരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വതവാസൗ ബിൽ ഹഖ് ഇവിടെ വതവാസൗ ബിൽ ഹഖ് രണ്ടും രണ്ട്
ഭാഗങ്ങളാണ്, 2 വാക്കുകളാണ്. ചേർത്തി ഓതുന്ന സമയത്ത് വതവാസ്വൗബി എന്ന് ആയി പോവാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. വതവാസ്വൗ ബിൽ ഹഖ് എന്നുള്ളത് ഓതുന്ന സമയം വതവാസ്വൗ ബിൽ ഹഖ് വതവാസ്വൗ ബിസ്സബ്ർ. കലിമത്തിനെ ഇങ്ങനെ അല്പം മുറിക്കുക, ശബ്ദവുമായി അതിൽ ശബ്ദം മുറിയേണ്ടതില്ല, അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. കലിമത്തിന് വേർതിരിക്കുക. വതവാസ്വൗ ബിൽ ഹഖ് വതവാസ്വൗ ബിസ്സബ്ർ. വാവ് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. നാം പറഞ്ഞിരുന്നു വാവിൻ്റെ മഖ്റജ് 2 ചുണ്ടിൽ നിന്നാണ് വാ 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 ഇങ്ങനെ ഉച്ചരിക്കേണ്ടത്. വാവ് 2 ചുണ്ടിൻ്റെ മധ്യഭാഗം ഇങ്ങനെ ഓപ്പൺ ആയിരിക്കും, 2 സൈഡ് ഭാഗം ചേർന്നിരിക്കും. അപ്പോൾ അത് ഉച്ചരിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു ഭാഗമാണ് വാവ്. അതുപോലെ തന്നെ ബിസ്സബ്ർ, ഇവിടെ ഉച്ചരിക്കുന്നതിൽ ഒരല്പം എളുപ്പവും സൗകര്യവും ഉണ്ടാവും. കാരണം സ്വബർ എന്ന റായിന് മുന്നേ സുക്കൂനായ ബാ ആണ്. ബാഇനെ സംബന്ധിച്ചിടത്തോളം ബാഇനുള്ള ഒരു സിഫത്താണ്. അതായത് ഉച്ചരിക്കുന്ന സമയം അക്ഷരത്തിന് മഖ്റജിൽ നിന്നും ഒരു ചലന ശബ്ദം ഉണ്ടാവുക, അങ്ങോട്ട് എടുക്കുന്ന ഒരു ശബ്ദം കേൾക്കുക. അപ്പോൾ ബാഇന് സുക്കൂനായി നമുക്കൊന്ന് പറഞ്ഞു നോക്കാം. അബ് അബ്. അടുത്ത അക്ഷരം അതുപോലെ തന്നെ വരുന്ന മറ്റൊരു അക്ഷരമാണ് ദാല്, അത് അത്. എന്നാൽ സീന് സുക്കൂനാകുമ്പോൾ അങ്ങനെയല്ല. അസ് അസ്, മഖ്റജിൽ നിന്നും ചലിപ്പിക്കുന്നില്ല. അസ്. മീമാണെങ്കിലും അം എന്ന് പറയില്ല. അപ്പോൾ കൽക്കലത്തിൻ്റെ വ്യത്യാസം നാം മനസ്സിലാക്കുക. അബ് അബ് എന്ന് പറഞ്ഞാൽ കൽക്കലത്തില്ലാതെയായി അബ് ഇങ്ങനെ വരണം. ആണ് കൽക്കലത്ത്. കൽക്കലത്ത് എന്നാൽ മഖ്റജിൽ അമർത്തി ശക്തിയോടുകൂടി ഉച്ചരിക്കേണ്ടതിനാൽ ഉച്ചരിക്കുന്ന സമയം ചലന ശബ്ദം ഉണ്ടാവുക എന്നതാണ്. സ്വബർ എന്ന ഭാഗത്ത് ബാഇന് സുക്കൂനാണ്. പ്രത്യേകിച്ചും കൽക്കലത്തിൻ്റെ ആ സിഫത്ത് വ്യക്തമാകുന്ന സമയമാണ്. അതോടൊപ്പം തൊട്ടടുത്ത അക്ഷരം പറയുന്നതിന് ബുദ്ധിമുട്ടുമില്ല. വതവാസ്വൗ ബിസ്സബ്ർ ബിസ്സബ്ർ. ഇവിടെയൊക്കെ റാ ഉച്ചരിക്കേണ്ടത്, ബിസ്സബ്ർ എന്ന സ്ഥലത്ത് റാ ഉച്ചരിക്കേണ്ടത് തഫ്ഹീമായിട്ട് തന്നെയാണ്. അതിൻ്റെ തഫ്ഹീമിനെ കുറിച്ച് വിശാലമായി പിന്നീട് നമുക്ക് സംസാരിക്കാം. റിഹ്ലത്തും മഅൽ ഖുർആൻ എന്ന പരിശുദ്ധ ഖുർആൻ പഠന പരമ്പരയിലെ ഇന്നത്തെ പ്രോഗ്രാം ഇവിടെ അവസാനിക്കുകയാണ്. പരിശുദ്ധ ഖുർആനിലെ ഓരോ ഹുക്കുമുകളും ഓരോ അക്ഷരങ്ങളെയും അറിഞ്ഞ് മനസ്സിലാക്കി ഖുർആൻ പാരായണം ചെയ്യാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സുപ്രഭാതം വെളിച്ചം യൂട്യൂബ് ചാനലിലൂടെ ഞങ്ങൾ അവതരിപ്പിക്കുന്ന റിഹ്ലത്തുൻ മഅൽ ഖുർആൻ എന്ന ഈ ഖുർആൻ പഠന പരമ്പരയെ നിങ്ങളെല്ലാവരും വീക്ഷിക്കുകയും അതിലെ ചോദ്യങ്ങൾക്ക് നിങ്ങൾ മറുപടി നൽകുകയും നിങ്ങൾക്ക് ലഭിക്കാവുന്ന പരിശുദ്ധ ഉംറ സ്വീകരിക്കാൻ വേണ്ടി തയ്യാറാവുകയും ചെയ്യുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.